ഹർത്താലിനൊന്നും ഒടിയനെ ഒടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒടിയൻ്റെ ഒടിവിധി തുടങ്ങും മുന്നേ തന്നെ ഹർത്താലിനെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശാന്തി കാർണിവൽ സിനിമാസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത്രയും ഒരു വെയിറ്റ് ചെയ്ത് റിലീസിനൊരുങ്ങുന്ന ഈ ഒരു സിനിമ ഈ ഒരു ദിവസം ഹർത്താൽ എത്തുന്ന സമയത്ത് ഇതുകൊണ്ടൊന്നും മലയാളിയെ കെട്ടിയിടാനാവില്ല എന്നതിൻ്റെ തെളിവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലാലേട്ടൻ്റെ വണ്ടിക്ക് ഓൾറെഡി റിവേഴ്സ് ഗിയർ ഇല്ലാത്തതാണ്. അപ്പൊ പിന്നെ ലാലേട്ടൻ ഫാൻസിന്റെ കാര്യം പറയണോ? തകർക്കും 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 നല്ല വിജയമായിരിക്കും പടം. എക്സ്പെക്ടേഷൻ ഇല്ല, കാരണം കുറെ കൊല്ലായിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കും. അപ്പൊ ഒരു ഹർത്താൽ കൊണ്ടൊന്നും ഇത് തകർക്കാൻ കഴിയാൻ നമ്മളെ ഇതാണ്. ഹർത്താൽ കൊണ്ട് നമ്മളെ തകർക്കാൻ ഒരു കാരണവശാലും ആര് വന്നാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ വന്ന പടമായത്. തീർച്ചയായും ഒരു വൻ വിജയമായിരിക്കും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. വളരെ ആവേശത്തിലാണ്. തീർച്ചയായും 200 എന്തെങ്കിലും കിടിലം പടമെന്ന് പറഞ്ഞിട്ടത്. തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പടമെന്ന് പറഞ്ഞിട്ട് ഹർത്താലാണ്. പക്ഷേ അതിന് നമ്മുടെ ആവേശം തണുപ്പിക്കാനാവില്ല. ഈ ഒരു ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷമായിരിക്കും എല്ലാവരും ശരിക്കും ഒടിയനെ കുറിച്ച് കേൾക്കാനും അതുപോലെ അറിയാനും എല്ലാം തുടങ്ങിയത്. പക്ഷേ ഒരു മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ആ ഒരു ഏരിയയിലൊന്നും ഇപ്പം മുതലല്ല ഈ ഒടിയനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. ഒരു പാലക്കാടുകാരി ആയതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റും. എൻ്റെ വീട്ടിൽ അമ്മൂമ്മയും മുത്തശ്ശന്മാരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കഥ പറഞ്ഞു തരുന്ന സമയത്തും നമ്മൾ പേടിക്കും എന്നുള്ളൊരു രീതിയിലാണ് എപ്പോഴും കഥയെല്ലാം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ട കഥകളെല്ലാം സിനിമയായിട്ട് വരുന്ന സമയത്ത് അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാൻ ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ ഷോ ഇവിടെ സ്ക്രീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഒടിയൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. അടിച്ചു കൊല്ലും. പടം കുഴപ്പമില്ല, ചതിച്ചതാ, നമ്മളെ ചതിച്ചതാ. ലാലേട്ട ഫുൾ മജ മജ. ഏതോ ഇംഗ്ലീഷ് അടിപൊളി. ബാഹുബലിക്കും മേലെ അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. ഡീറ്റെയിലായിട്ട് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടേ. നല്ല പടം. വല്ലാത്ത വെറുപ്പിക്കലായി പോയി. എല്ലാം തകർന്ന് തരിപ്പണായി, അത്രേ പറയാനുള്ളൂ. ഇത് സത്യസന്ധമായ അഭിപ്രായമാണ്, വേറെ ഒന്നും പറയാനില്ല. ദിസ് ഈസ് പ്യൂർലി ഫോർ മോഹൻലാൽ ഫാൻസ്. തീർച്ചയായും ബാക്കിയുള്ളത് മോഹൻലാലിൻ്റെ ആബ്സല്യൂട്ട് കോർ ഫാൻ മൂവിയാണ് ഇത്. ഓവറോൾ ഗുഡ് ഫോട്ടോഗ്രാഫി, ഗുഡ് മ്യൂസിക്. ഒടി തരുന്നത് പോലെ തന്നെ ആ സിനിമ മുഴുവൻ മോഹൻലാൽ നല്ല ഒരു പണി തന്നിട്ടുണ്ട്. ദിസ് ഇസ് കോർലി ഫോർ മോഹൻലാൽ ഫാൻസ്. ഇത്രയും നല്ല പടം ഇതുവരെ കണ്ടില്ല. ഇമാതിരി ഒരു പടം ചെയ്തേക്കല്ല എങ്ങനെയാണ് ഇതുമാതിരി ഒരു പടം ഞാൻ കണ്ടിട്ടാ. സൂപ്പർ പടം, അടിപൊളി പടം. പൊളിച്ച് പോരാ. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ പടത്ര പോരാ. പ്രകാശ് രാജിൻ്റെ വേഷം ഷമ്മിത്തിലെ തന്നെ കൊടുക്കാമായിരുന്നു. ആ ശബ്ദം മാത്രം ഷമ്മിത്തിലെ എടുത്തു. ഷമ്മിത്തിലെ കറക്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു വേഷമായിരുന്നു. ആവശ്യം ഉണ്ടായിട്ടാ പ്രകാശ് രാജിന്. വലിയൊരു പ്രതീക്ഷ അത്ര വന്നില്ല. നമ്മൾ ലാലേട്ടനെ ഇത്ര നല്ല അതിനെക്കാട്ടി നല്ലോണം പ്രതീക്ഷിച്ചു, ഒന്നും വന്നില്ല. ശ്രീകുമാർ വളരെ മോശമായി ചെയ്തു. പടം വളരെ പോക്കാണ് കേട്ടോ. മോഹൻലാൽ നമ്മളോട് ഇങ്ങനത്തെ ചതി ചെയ്യേണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷ ഇന്ന് രാവിലെ വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മോഹൻലാലൊക്കെ പറഞ്ഞത് അത്ര അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ജനങ്ങളെ പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇത് വളരെ ആ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷിച്ചു പോയി.
പക്ഷെ അത്രക്കും എൻ്റെ ജീവിതത്തിൽ ഇത്ര ഒരു പൊട്ടപ്പടം കണ്ടിട്ടില്ല, സത്യമായിട്ട് പറഞ്ഞത്. ഈ മോഹൻലാലിൻ്റെ ഫാൻസിലുണ്ട്, നമ്മൾ മോഹൻലാലിൻ്റെ ഫാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര രാവിലെ വന്നത്. പക്ഷെ ഇതുപോലത്തെ ഒരു ചതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. കേട്ടതും അറിഞ്ഞതും ഒന്നുമല്ല ഒടിയൻ. പെരുമ്പറ കൊട്ടുവരുന്ന മാസ സിനിമയാണ് ഒടിയൻ എന്ന് അവകാശപ്പെടുമ്പോൾ ശ്രീകുമാർ മേനോൻ ഒന്ന് ആലോചിക്കണം. ഷാജി കൈലാസ് മുതൽ രാജമൗലി വരെ അറിഞ്ഞവരാണ് ഇവിടുത്തെ പ്രേക്ഷകർ. തുടക്കം ഗംഭീരം തന്നെ. ആ ഗാംഭീര്യം ഒടുക്കം വരെ എത്തിക്കാനായില്ല. സംവിധായകൻ മുതൽ അണിയറക്കാർ ഒന്നടങ്കം തങ്ങളുടെ സൃഷ്ടിയെ പുകഴ്ത്തി പറയുമ്പോൾ അതിൽ പ്രതീക്ഷ വച്ച പ്രേക്ഷകരെ കുറ്റം പറയരുത്. ഹർത്താലിനെ വെല്ലുവിളിച്ച് പ്രേക്ഷകന് അല്പം പോലും തൃപ്തിപ്പെടുത്താൻ ഒടിയന് പറ്റിയില്ല എന്നത് പച്ചവെള്ളം പോലെ സത്യം. മികച്ച ടീമോടെ വന്ന സിനിമയിൽ മികച്ചു നിന്നത് ക്യാമറയും പാട്ടുകളും പശ്ചാത്തല സംഗീതവും മാത്രം. പാലക്കാടിന്റെ ദൃശ്യഭംഗി ഷാജി കുമാർ നന്നായി തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഹരികൃഷ്ണന്റെ തിരക്കഥയിൽ മാസ് ഡയലോഗുകൾ അവകാശപ്പെടാനില്ലെങ്കിലും മാസ് സീനുകൾക്ക് വേണ്ട ചേരുവകൾ ചേർക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. ഒരു ഫാന്റസി സബ്ജക്റ്റിനെ റിയലിസ്റ്റിക് ആയി കാണിക്കാനുള്ള സംവിധായകന്റെ ട്രീറ്റ്മെന്റ് പ്രേക്ഷകനുണ്ടാക്കുന്ന കല്ലുകടി ചെറുതൊന്നുമല്ല. നായകൻ വില്ലനെ അല്ലെങ്കിൽ വില്ലൻ നായകനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സീനുകളും സംഭാഷണങ്ങളും സംവിധായകൻ ശ്രീകുമാർ മേനോനും തിരക്കഥാകൃത്ത് ഹരികൃഷ്ണനും 90കൾ മുതലുള്ള സിനിമകൾ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. നാട് വിട്ടുപോയ ഒടിയൻ മാണിക്യൻ വർഷങ്ങൾക്ക് ശേഷം വാരണാസിയിൽ നിന്ന് തേങ്കുറിശ്ശിയിലേക്ക് തിരിച്ചു വരുന്നിടത്താണ് ഒടിയൻ ആരംഭിക്കുന്നത്. അവിടുന്ന് മാണിക്യന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഇടകലർത്തിയാണ് സിനിമ സഞ്ചരിക്കുന്നത്. മോഹൻലാൽ എന്ന താരത്തെയും നടനെയും ചോദ്യം ചെയ്യാനില്ല. എന്നത്തെയും പോലെ ലാലേട്ടനത് ഭംഗിയാക്കിയിട്ടുണ്ട്. നായകനോട് കിടപിടിക്കുന്ന മലയാളം സിനിമ കണ്ട എക്കാലത്തെയും മികച്ച വില്ലൻ എന്ന ഖ്യാതിയോടെ ഏറെ കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്ന പ്രകാശ് രാജിന്റെ കഥാപാത്രം പുതുമയുള്ളതായിരുന്നില്ല. തന്റെ അഭിനയ ജീവിതത്തിൽ പുതുതായോ കൂടുതലായോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ലായിരുന്നു. പ്രഭയായി എത്തിയ മഞ്ജു വാര്യർ എന്നത്തെയും പോലെ പ്രേക്ഷകരുടെ ക്ഷമയെ ചോദ്യം ചെയ്തു. സന അൽത്താഫ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ നന്നായി ചെയ്തിട്ടുണ്ട്. മികച്ച താരങ്ങൾ വരിവരിയായി ഉണ്ടായിട്ടും ആർക്കും സിനിമയിൽ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. സന്ദർഭങ്ങളോട് യോജിച്ച ആക്ഷൻ രംഗങ്ങൾ തരക്കേടില്ല. ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രത്തിന് അമിത പ്രതീക്ഷ എങ്ങനെ വിനയാകുന്നു എന്നതിന്റെ ചരിത്രശേഷിപ്പാകും ഒടിയൻ. അവസാനമായി ഒന്നാലോചിക്കുക. ലാലേട്ടനെ ഞങ്ങൾ കണ്ടതാണ്, ലാലേട്ടന്റെ കളികളും ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ലാലേട്ടനെ വെച്ച് കളിക്കാനിറങ്ങുമ്പോൾ ആ കളികൾക്ക് മുകളിൽ നിൽക്കാൻ കഴിയണം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായതുകൊണ്ടും ലാലേട്ടന്റെ ഡെഡിക്കേഷനും കാരണം ഏറെ വിഷമത്തോടെ 2.5 റേറ്റിംഗ് കൊടുക്കുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അതെല്ലാം ടോക്കീസിൽ ഡിസ്കസ് ചെയ്യാം. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ.